യുദ്ധമുന്നണിയിലേക്ക് പോകുവാൻ തൻ്റെ വെള്ളക്കുതിരയെ കൊണ്ടുവരുവാൻ രാജാവ് ഭടന്മാരോട് ആവശ്യപ്പെട്ടു. കുതിരയെ അഴിക്കാനെത്തിയ ഭടൻ അപ്പോഴാണ് ലാടം തറയ്ക്കാൻ കുതിരയെ കൊല്ലൻ്റെ ആലയിൽ ഏൽപ്പിച്ച കാര്യം ഓർത്തത്. ആലയിലെത്തിയപ്പോൾ കൊല്ലൻ പറഞ്ഞു, ഞാൻ ലാടം ഉണ്ടാക്കാൻ പോകുന്നതേയുള്ളൂ. ഉണ്ടാക്കിയ ലാടം തറയ്ക്കാനെടുത്തപ്പോൾ ആവശ്യത്തിന് ആണികളില്ല. ആണികൾ ഉണ്ടാക്കിത്തീരുന്നതിന് മുമ്പേ യുദ്ധകാഹളം മുഴങ്ങി. മുഴുവൻ ആണികളും തറയ്ക്കുന്നതിന് മുമ്പേ ഭടൻ കുതിരയുമായി പാഞ്ഞു. രാജാവ് ആ കുതിരപ്പുറത്ത് കയറി യുദ്ധഭൂമിയിലേക്ക് പുറപ്പെട്ടു. അധികം പോകുന്നതിന് മുമ്പ് തന്നെ ലാടം ഊരിത്തെറിച്ച് കുതിരയും രാജാവും നിലം പതിച്ചു. ആർക്കും രക്ഷിക്കാൻ കഴിയുന്നതിന് മുമ്പേ ശത്രുക്കൾ രാജാവിനെയും കുതിരയെയും പിടിച്ചുകെട്ടി കൊണ്ടുപോയി. ആണിയുടെ കുറവുകൊണ്ട് ലാടവും, ലാടത്തിൻ്റെ കുറവുകൊണ്ട് കുതിരയും, കുതിരയുടെ കുറവുകൊണ്ട് രാജാവും, രാജാവിൻ്റെ കുറവുകൊണ്ട് രാജ്യവും നഷ്ടമാകാം. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഒരു ആണിയുടെ കുറവുകൊണ്ടും രാജ്യം നഷ്ടമാകാം. ചെറിയ ചെറിയ പോരായ്മകളാണ് എല്ലാ വീഴ്ചകളുടെയും കാരണം. വരൂ, നമുക്ക് ക്രൂശിതനോടൊപ്പം യാത്ര പോകാം.